കൊൽക്കത്ത സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജ്യവ്യാപകമായി പ്രതിഷേധം ഇരമ്പുകയാണ്. കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് 24 മണിക്കൂർ പണിമുടക്ക് പ്രഖ്യാപിച്ചു IMA. നാളെ രാവിലെ 6 മണി മുതൽ മറ്റന്നാൾ 6 മണി വരെ OP, വാർഡ് ഡ്യൂട്ടി ഇതൊക്കെ ബഹിഷ്കരിച്ചുകൊണ്ടാണ് പണിമുടക്കുന്നത്. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ആശുപത്രികളെ പ്രത്യേക സംരക്ഷിത മേഖലയായി പ്രഖ്യാപിക്കണമെന്നുമാണ് IMAയുടെ ആവശ്യം. പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ച് KGMOA, KGM-CTA തുടങ്ങിയ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. KGMOA കൂട്ട അവധിയെടുത്ത് പ്രതിഷേധത്തിൽ പങ്കുചേരും. അഷിൻ ഡിയാഗോ വീണ്ടും എത്തുന്നു നമുക്കൊപ്പം. അഷിൻ ഡിയാഗോ, ഇപ്പോൾ സമരത്തിനൊപ്പം നിൽക്കുക എന്നതിനേക്കാൾ നിർഭയ സമരത്തിൽ കണ്ടതുപോലെയുള്ള ഒരു സമര മാർഗത്തിലേക്ക് രാജ്യമെമ്പാടുമുള്ള ഡോക്ടേഴ്സിന്റെ അസോസിയേഷനുകൾ നീങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. ആരോഗ്യ പ്രവർത്തകർ ഒന്നാകെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയാണോ കേരളത്തിലും? അഷിൻ, സുജിയ, ഈ ഒരു ദാരുണ സംഭവത്തിൽ അതിൽ കേരളവും ഭാഗമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇന്ന് തന്നെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ മേഖലയുടെ പ്രവർത്തനം ഏതാണ്ട് താറുമാറാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. ഡോക്ടർമാർ കൂട്ടത്തോടുകൂടി പ്രതിഷേധിക്കുന്നു. ആശുപത്രികളിൽ ഒരു സേവനം നടത്തുന്ന ഡോക്ടർമാർ തെരുവിലേക്ക് ഇറങ്ങി പ്രതിഷേധം നടത്തേണ്ട ഒരു അവസ്ഥ അത് സ്ഥിരം കാഴ്ചയായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകം. ഇന്നിത് കൊൽക്കത്തയിലാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടതാണ്, വന്ദനദാസ് അടക്കമുള്ളവർ കേരളത്തിലും കൊല്ലപ്പെടുന്നു, ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇതിലൊരു ശാശ്വത പരിഹാരം അതിൽ ഉണ്ടാകണം, അതിൽ ഒരു തീരുമാനം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഉയരുന്ന ഈ മുറവിളിക്ക് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി IMO 24 മണിക്കൂർ പണിമുടക്കിലേക്ക് കടക്കുന്നു. അതിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രേക്ഷകരിലേക്ക് നമുക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കാം. ക്രൂരമായ കൊലപാതകമാണ് നടന്നത്. പ്രതിഷേധം ഉയരേണ്ട കാര്യം തന്നെയാണ്. അതിനൊപ്പം ആ പ്രതിഷേധത്തിനൊപ്പം നമ്മളും നിൽക്കുന്നു. ഐക്യദാർഢ്യം ആരോഗ്യ പ്രവർത്തകർക്ക്.